ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലാണ് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച റിഗ്രഷൻ മോഡലിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈക്ക് 2 പോസിബിൾ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ഇതൊരു ബൈനറി കേസാണ്. ഒന്നെങ്കിൽ അതിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ യെസ് ഓർ നോ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അങ്ങനെ 2 പോസിബിൾ വാല്യൂസ് മാത്രം എടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ബൈനറി കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ റെസ്പോൺസ് വേരിയബിൾ ബൈനറി കേസ് ആയിട്ടുള്ള ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. ഇവിടെ നമ്മൾ ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് മോഡൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് കാറ്റഗറിക്കലായിട്ടുള്ള വേരിയബിൾസ് ആയിരിക്കും. അതിനെ നമ്മൾ അസൈൻ ചെയ്യും. ചിലപ്പം ഇപ്പോൾ എസ്സിന് നമ്മൾ 1 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും, നോയ്ക്ക് നമ്മൾ 0 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും. അങ്ങനെ നമ്മൾ അസൈൻ ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാമല്ലോ, കമ്പ്യൂട്ടർ നമ്പേഴ്സ് മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ മോഡൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാറ്റഗറീസിനെ ഇതുപോലെ നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് മോഡൽ ബിൽഡിംഗ് നടത്താറുള്ളത്. അപ്പോൾ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ നോക്കാം. Models with a binary response variable. Consider the situation where the response variable in a regression model takes on only 2 possible values, 0 and 1. These could be arbitrary assignments resulting from observing a qualitative response. For example, a response could be the outcome of a functional electrical test on a semiconductor device for which the result are either a success, which means the device works properly, or a failure, which could be due to a short or an open or some other functional problem. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെസ്പോൺസ് വേരിയബിളിന് 2 പോസിബിൾ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളതിനെ 0 എന്നും 1 എന്നും പറഞ്ഞ് അസൈൻ ചെയ്യും. അപ്പം ഇതൊരു ക്വാളിറ്റി റെസ്പോൺസിൻ്റെ ആസ് എ റിസൾട്ടായിട്ടായിരിക്കും നമ്മൾ ഇതിനെ 0 and 1 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പം കാറ്റഗറിക്കൽ വേരിയബിൾസ് ആയിരിക്കും, നമ്മൾ അതിനെയാണ് ഈ 0 and 1 എന്നൊക്കെ പറഞ്ഞ് അസൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് വർക്ക് ചെയ്യുമോ ഇല്ലയോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കേസാണെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറഞ്ഞെടുക്കും. ഒന്നെങ്കിൽ നമ്മൾ സക്സസ്സിന് 0 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഫെയിലിയറിന് 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മറ്റേതിന് 1 എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ മോഡൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. Suppose that the model has the form yi is equal to xi dash beta plus epsilon I, where xi dash is equal to 1, xi1, xi2, etc., xik. Beta dash is equal to beta naught, beta 1, beta 2, etc., beta k, and the response variable yi takes on the values either 0 and 1. We will assume that the response variable yi is the Bernoulli random variable with probability distribution as follows. ഇവിടെ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ ഫോം എന്ന് പറയുന്നത് y is equal to xi dash beta പ്ലസ് എപ്സിലോൺ ഐ എന്നുള്ള രീതിയായിരിക്കും. ഇത് നമ്മൾ മെട്രിക്സ് ഫോർമാലിറ്റിയിൽ എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ xi ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. 1 xi1, xi2, എക്സെട്ര xik എന്നുള്ള ഒരു മെട്രിക്സും, ബീറ്റ ഡാഷിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് ബീറ്റ നോട്ട്, ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ കെ എന്ന് പറയുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ബൈനറി കേസാണ്. അതുകൊണ്ട് തന്നെ അതെടുക്കുന്ന വാല്യൂ എന്നൊക്കെ ആയിരിക്കും ഐദർ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അതുകൊണ്ട് തന്നെ yi എന്ന് പറയുന്ന നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഒരു ബെർണോളി റാൻഡം വേരിയബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. ബെർണോളി റാൻഡം വേരിയബിൾ എന്താ? ബെർണോളി റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ബൈനോമിയൽ കേസിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരൊറ്റ സിംഗിൾ ട്രയലിൽ അതിന് സക്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ബെർണോളി ട്രയൽ. അതായത് നമ്മളിപ്പോൾ ഒരു ഇവൻറ്റ് നടത്തി, അവിടെ സക്സസ് ആണെങ്കിൽ നമ്മൾ അതിന് 1 എന്ന് അസൈൻ ചെയ്യും, ഇല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും. അങ്ങനെ n ഇൻഡിപെൻഡൻറ്റ് ട്രയൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. അപ്പം ബെർണോളി റാൻഡം വേരിയബിൾ ആണ് ഈ y എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ yക്ക് 2 പോസിബിൾ വാല്യൂസേ പറ്റത്തുള്ളൂ, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0. 1 വരുന്ന കേസിലുള്ള പ്രോബബിലിറ്റീനെ നമ്മൾ πi എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. അതുപോലെ 0 വരുന്ന കേസിൽ നമ്മൾ 1 മൈനസ് πi എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. കാരണം എന്താ, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ് നമുക്കറിയാം. ഒരെണ്ണം πi ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് πi ആയിരിക്കും. Now, since expectation of epsilon I is equal to 0, the expected value of the response variable is expectation of yi is equal to 1 into pi I plus 0 into 1 minus pi I is equal to pi I. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എപ്സിലോൺ ഐ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോഡലിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് വൈയുടെ വാല്യൂസ് 1ഉം 0 ആണ്. സോ 1 ഇൻറ്റു പൈ ഐ പ്ലസ് 0 ഇൻറ്റു 1 മൈനസ് പൈ ഐ എന്ന് പറഞ്ഞാണ് നമുക്ക് വരുന്നത്. 0 ഇൻറ്റു 1 മൈനസ് പൈ ഐ നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് മിച്ചം എത്രയാണ്? പൈ ഐ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ എന്ന് പറയുന്നത് പൈ ഐ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഐ.
കാരണം എന്താ, നമ്മുടെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എപ്സിലോൺ ഐ 0 ആയതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ആയിരിക്കും. ആ എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റയാണ് നമുക്കിപ്പോൾ കിട്ടിയത് എന്ത്, പൈ എ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. This means that the expected response given by the response function expectation of yi is equal to xi dash into beta is just the probability that the response variable takes on the value 1. അപ്പം നമുക്കറിയാം ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് y is equal to xi dash into beta എന്ന് പറയുന്നത് നമ്മുടെ y-യുടെ വാല്യൂ 1 ആയിരിക്കുന്ന കേസിലുള്ള എക്സ്പെക്റ്റഡ് പ്രോബബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. There are some substantive problems with the regression model in equation 13.1. First, note that the response is binary, then the error terms epsilon I can take only two values, namely അപ്പം y-യുടെ വാല്യൂ ബൈനറി ആയിരിക്കുന്ന കേസ്, അതായത് ബൈനറി എന്ന് വെച്ചാൽ എന്താ, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ തന്നെ നമുക്ക് എററിൻ്റെ വാല്യൂയും അപ്പോൾ 2 എണ്ണം അല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ എററിൻ്റെ വാല്യൂ 2 എണ്ണം ഉള്ളത്, നമ്മുടെ മോഡൽ എന്താ, y is equal to xi dash into beta പ്ലസ് എപ്സിലോൺ ഐ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ y-ക്ക് 1 ഇട്ട് കൊടുക്കുമ്പം നമുക്ക് എപ്സിലോൺ ഐയുടെ വാല്യൂ എന്താ കിട്ടുന്നത്, 1 മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാണ് ഒരെണ്ണം കിട്ടുന്നത്. അത് ഏത് കേസിലാണ്, y ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ. അതുപോലെ രണ്ടാമത്തെ കേസ് ആ ഇക്വേഷനിൽ y-യുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, എപ്സിലോൺ ഐ ഈക്വൽ ടു മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് എന്ത് പറയാം, ബൈനറി ആയിട്ടുള്ള കേസിൽ, അതായത് റെസ്പോൺസ് വേരിയബിൾ ബൈനറി ആയിട്ടുള്ള കേസിൽ എററിന് 2 വാല്യൂസ് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. Consequently, the errors in the model cannot possibly be normal. Second, the error variance is not constant, since sigma yi square is equal to expectation of yi minus expectation of yi the whole square, that is equal to 1 minus pi a the whole square into pi a plus 0 minus pi a the whole square into 1 minus pi a, that is equal to pi a into 1 minus pi a. നമ്മളിപ്പോൾ കണ്ടു എററിന് 2 വാല്യൂസ് മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കത്തില്ല. അതുമാത്രമല്ല എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അതിൻ്റെ റീസണാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിഗ്മ വൈ ഐ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വൈ എ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ ദ ഹോൾ സ്ക്വയർ എന്നാണ്. സോ വൈ എയുടെ വാല്യൂ ഒന്നെങ്കിൽ 1 ആവും. സോ 1 മൈനസ് പൈ ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പൈ ഐ പ്ലസ് 0 മൈനസ് പൈ എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് പൈ ഐ. ഇങ്ങനെ 2 പോസിബിലിറ്റീസേ നമുക്ക് ഈ ഒരു എററിൻ്റെ വാല്യൂസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ 2 ടൈംസിൽ നിന്ന് നമുക്ക് പൈ എ ഇൻറ്റു 1 മൈനസ് പൈ എ വെളിയിലെടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൈ എ ഇൻറ്റു 1 മൈനസ് പൈ എ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, പൈ എ എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ ആണ്. 1 മൈനസ് പൈ എയോ 1 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ വൈ ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ ഇൻറ്റു 1 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ എന്നറിയാം. അതാണ് നമ്മുടെ പൈ എ എന്ന് പറയുന്നത്. This indicates that the variance of the observations, which is same as the variance of the errors, because yi is equal to yi minus pi a and pi a is a constant, is a function of the mean. Finally, there is a constraint on the response function because 0 less than equal to expectation of yi is equal to pi a less than or equal to 1. ഈ ഒബ്സർവേഷൻസിൻ്റെ വേരിയൻസ് തന്നെയായിരിക്കും എററിൻ്റെയും വേരിയൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്സിലോൺ ഐ എന്ന് പറയുന്നത് വൈ എ മൈനസ് പൈ എ ആണ്. ഇവിടെ പൈ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒബ്സർവേഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് മീനിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എന്തുകൊണ്ട് അത് മീനിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്, നമ്മൾ ഈ ഇക്വേഷൻ അത് കണ്ടല്ലോ, സിഗ്മ വൈ ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ്പെക്റ്റേഷൻ വൈ ഇൻറ്റു 1 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ എന്ന് പറയുന്നതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു പൈ എ ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് എഴുതാം. This restriction can cause serious problems with the choice of a linear response function as we have initiated assumed in equation 13.1. It would be possible to fit a model to the data for which the predicted values of the response lie outside 0-1 interval. നമ്മളിപ്പോൾ കണ്ടു നമ്മുടെ വൈ എ എന്ന് പറയുന്ന റെസ്പോൺസ് വേരിയബിളിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ള ഇൻ്റർവെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലീനിയർ റെസ്പോൺസ് ഫംഗ്ഷൻ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് ഈ ഒരു മോഡലിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കേസാണ്. Generally, when the response variable is binary, there is considerable empirical evidence indicating that the shape of the response function should be non-linear. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് വേരിയബിൾ ബൈനറി ആയിട്ടുള്ള കേസിൽ
ഈ ഒരു റെസ്പോൺസ് ഫംഗ്ഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കും. എ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എസ് ഷേപ്ഡ് ഓർ റിവേഴ്സ് എസ് ഷേപ്ഡ് ഫംഗ്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ 13.1 ഈസ് യൂഷ്വലി എംപ്ലോയിഡ്. അപ്പം സാധാരണ ഇങ്ങനെയുള്ള മോഡലിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയായിരിക്കും. ഒന്നെങ്കിൽ ഒരു എസ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നോൺ ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ മോണോട്ടോണിക് ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ മോണോട്ടോണിക് ഡിക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. This function is called the logistic response function and has the form expectation of y is equal to exponential of x dash beta divided by 1 plus exponential of x dash beta, or equivalently expectation of y is equal to 1 divided by 1 plus exponential of മൈനസ് എക്സ് ഡാഷ് ബീറ്റ. അപ്പം ഈ റെസ്പോൺസ് വേരിയബിൾ ബൈനറി ആയിട്ടുള്ള കേസിൽ അതിന് പറയുന്ന പേരാണ് ലോജിസ്റ്റിക് റെസ്പോൺസ് ഫംഗ്ഷൻ എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ വൈയുടെ എക്സ്പെക്റ്റഡ് വാല്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഇക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സ് ഡാഷ് ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സ് ഡാഷ് ബീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് മേലിന് താഴെ എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സ് ഡാഷ് ബീറ്റയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് exponential of minus x dash beta എന്ന് പറഞ്ഞ് കിട്ടും. The logistic response function can be easily linearized. One approach defines the structural portion of the model in terms of a function of the response function mean. അപ്പോൾ ഈ ഒരു ലോജിസ്റ്റിക് റെസ്പോൺസ് ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ ഈ എളുപ്പത്തിൽ തന്നെ ലീനിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് ഗാമ ഇസ് ഇക്വൽ ടു x dash beta be the linear predictor where gamma is defined by the transformation gamma is equal to log pi divided by 1 minus pi. അപ്പോൾ നമ്മൾ ഗാമ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുവാണ്. ആ ഗാമ എന്ന് പറയുന്നത് ആണ് നമ്മൾ ലീനിയർ പ്രെഡിക്റ്റർ ആയിട്ട് എടുക്കുന്നത്. ഗാമയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റയാണ്. ഇവിടെ നമ്മൾ ഗാമേനെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ലോഗ് പൈ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. This transformation is often called the log transformation to the probability pi a, and the ratio pi divided by 1 minus pi is the transformation is called the odds. Sometimes the log transformation is also called log odds. അപ്പോൾ നമ്മൾ ഇമെയിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ലോഗ് പൈ എ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷന് പറയുന്നതാണ് ലോജി ട്രാൻസ്ഫോർമേഷൻ എന്ന്. പിന്നെ നമ്മൾ ആ ഒരു പോസിബിൾ റേഷ്യോ ഉണ്ടല്ലോ, പൈ ഡിവൈഡ് ബൈ 1 ബൈ പൈ എന്നുള്ള ആ ഒരു റേഷ്യോനെ നമ്മൾ പറയുന്ന ഓഡ്സ് എന്നാണ്. അപ്പം ചിലപ്പോൾ ഈ ഒരു ലോജി ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ലോഗ് ഓഡ്സ് എന്നും പറയാറുണ്ട്. There are other functions that have the same shape as the logistic function, and they can also be obtained by transforming pi a. One of these is a probit transformation obtained by transforming pi using the cumulative normal distribution. This produces a probit regression model. ലോജിസ്റ്റിക് ഫംഗ്ഷൻ്റെ അതേ ഷേപ്പുള്ള വേറെയും ഫംഗ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു പ്രോബിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൈനെ നമ്മൾ ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വഴി ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് പ്രോബിറ്റ് റിഗ്രഷൻ മോഡലായിരിക്കും. The probit regression model is less flexible than the logistic regression model and probably not as widely used because it cannot easily incorporate more than one predictor variable. Another possible transformation is the complementary log-log transformation of pi given by log of minus log of 1 minus pi. This result in a response function that is not symmetric about the value pi is equal to 0.5. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോബിറ്റ് റിഗ്രഷൻ മോഡൽ ലോജിസ്റ്റിക് റിഗ്രഷൻ പോലെ അത്ര പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നല്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലെസ് ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് മാത്രമല്ല ഇതിനകത്ത് മോർ ദാൻ 1 പ്രെഡിക്റ്റർ വേരിയബിൾസ് വരുന്ന കേസിൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു പോസിബിൾ ട്രാൻസ്ഫോർമേഷനാണ് കോംപ്ലിമെൻ്ററി ലോഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1 മൈനസ് പൈ എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു റെസ്പോൺസ് ഫംഗ്ഷൻ കിട്ടും, പക്ഷേ അത് പൈ ഇസ് ഇക്വൽ ടു 0.5 എന്നുള്ള ഒരു വാല്യൂവിൽ സിമെട്രിക് ആയിരിക്കത്തില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാം എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റേഴ്സ് ഇൻ എ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ. അപ്പോൾ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിൽ എങ്ങനെയാണ് നമ്മൾ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. The general form of the logistic regression model is yi is equal to expectation of yi plus epsilon I. നമുക്കറിയാം ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ മോഡൽ എന്ന് പറയുന്നത് വൈ ഐ ഇസ് ഇക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ പ്ലസ് എപ്സിലോൺ ഐ എന്നുള്ളതാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ എന്താ, എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ആണ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വേർ ദ ഒബ്സർവേഷൻസ് വൈ ഐ ആർ ഇൻഡിപെൻഡൻറ്റ് ബെർണോളി റാൻഡം വേരിയബിൾസ് with the expected values expectation of yi is equal to pi I
that is equal to exponential of xi dash into beta divided by 1 plus exponential of xi dash into beta. അപ്പം ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എ എന്ന് പറയുന്നത് പൈ എ ആണ്, അതായത് നമ്മുടെ പ്രോബിലിറ്റി ആണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ഡിവൈഡ് ബൈ 1 plus exponential of എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ. We will use the method of maximum likelihood to estimate the parameters in the linear predictor xi dash beta. അപ്പോൾ നമ്മൾ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിൽ അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് മാക്സിമം ലൈക്ലിഹുഡ് ആണ്. Each sample observations follows the Bernoulli distribution, so the probability distribution of each sample observation is fi of yi is equal to pi I raised to yi 1 minus pi I raised to 1 minus yi, where I is equal to 1 2 3 etc. n. അപ്പോൾ ഞാൻ പറഞ്ഞു ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കോംപ്ലിമെൻ്ററി കേസ് എന്ന് നമുക്ക് പറയാം. n is equal to 1 എന്നുള്ള കേസാണ് അവിടെ വരുന്നത്. അപ്പോൾ n is equal to 1 സാധാരണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താ, NCX p raised to x q raised to n minus x. അപ്പോൾ അത് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്ക് p raised to x q raised to 1 minus x എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം f of y-യുടെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ PDF എന്ന് പറയുന്നത് fi of y is equal to pi a raised to y into 1 minus pi a raised to 1 minus pi a ആയിരിക്കും. ഇവിടെ i എന്ന് പറയുന്നത് 1 2 3 etc. n ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈച്ച് ഒബ്സർവേഷൻ y takes on the value 0 and 1. y എടുക്കുന്ന വാല്യൂ എന്താ, ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. സിൻസ് ദ ഒബ്സർവേഷൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്, ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഈസ് ജസ്റ്റ് L of y1 y2 etc. yn of beta is equal to product I is equal to 1 to n fi of ya, that is equal to product I is equal to 1 to n pi a raised to y into 1 minus pi a raised to 1 minus y. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷനൊക്കെ കണ്ടുപിടിക്കുന്നത് ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ടോട്ടൽ ആ ഒരു പോസിബിൾ ആയിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരേണ്ട ഏറ്റവും മാക്സിമം വരെ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും പ്രൊഡക്റ്റ് എടുത്തിട്ട് y1 y2 എക്സെട്ര yn ടോട്ടൽ പ്രൊഡക്റ്റാണ് എടുക്കുന്നത്. അതാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് i is equal to 1 to n fi of ya എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പം fi of yയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. It is more convenient to work with the log likelihood. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ലോഗ് ലൈക്ലിഹുഡ് വെച്ചിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോഗ് എടുക്കുവാണ്. നമുക്കിത് കിട്ടുന്നത് സമ്മേഷൻ i is equal to 1 to n yi into log of pi a divided by 1 minus pi a plus സമ്മേഷൻ i is equal to 1 to n log of 1 minus pi a എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതിൻ്റെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് നമുക്കിത് എഴുതി വെച്ചിരിക്കുന്നത്. Now since 1 minus pi a is equal to 1 plus exponential of xi dash beta the whole inverse and gamma is equal to log of pi a divided by 1 minus pi a is equal to xi dash beta, the log likelihood can be written as log of L of y comma beta is equal to summation I is equal to 1 to n ya xi dash beta minus summation I is equal to 1 to n log of 1 plus exponential of xi dash into beta. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് പൈ എ എന്ന് പറഞ്ഞാൽ എന്താ, പൈ എ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഐ ഡാഷ് ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റയാണ്. അപ്പം പൈ എ ഇതായതുകൊണ്ട് തന്നെ 1 മൈനസ് പൈ എ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഐ ഡാഷ് ബീറ്റ ഇത് ഹോൾ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പം അത് അങ്ങനെ കിട്ടി. ഇനി പൈ എ ഗാമ ഐ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ കണ്ടത് ലോഗ് ഓഫ് പൈ എ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ എ ആണ്. അത് നമുക്കറിയാം എക്സ് ഡാഷിൻ്റെ ബീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ വാല്യൂവിനകത്ത് ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ എൽ എച്ച് എസിനെ നമ്മൾ എൽ ഓഫ് വൈ കോമ ബീറ്റ എന്ന് പറഞ്ഞ് എഴുതി. ദാറ്റ് ഈസ് ഇക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഇക്വൽ ടു 1 to n വൈ എ ഇൻറ്റു ലോഗ് ഓഫ് പൈ എ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ എക്ക് പകരം നമ്മൾ എക്സ് ഡാഷിൻ്റെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ -1 സോ ഇതിൻ്റെ ലോഗ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് സമ്മേഷൻ ഐ ഈസ് ഇക്വൽ ടു 1 to n ലോഗ് ഓഫ് 1 plus exponential of x dash into beta എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. Often in logistic regression model we have repeated observations or trials at each levels of the x variables. This happens frequently in designed experiments. Let yi represent a number of one observed for the ith observation and ni is the number of trials at each observation. Then the log likelihood becomes log of L of y comma beta is equal to summation I is equal to 1 to n yi pi i plus summation I is equal to 1 to n ni into log of 1 minus pi a minus summation I is equal to 1 to n ya into log of 1 minus pi a.
ചിലപ്പോൾ ഓരോ എക്സ് വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് റിപ്പീറ്റഡ് ഒബ്സർവേഷൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ട്രയൽസും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൈ എ എന്ന് പറയുന്നത് ആ ഒരു ith ഒബ്സർവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര തവണ 1 വന്നു എന്നുള്ളത് എടുത്തു. അതുപോലെ തന്നെ എൻ ഐ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് എത്ര ഒരു ഒബ്സർവേഷന് എത്ര തവണ ഒരു നമ്പർ ഓഫ് ട്രയൽസ് നടത്തി എന്നുള്ളതായിട്ട് നമ്മൾ എൻ ഐ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് ലൈക്ലിഹുഡിനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. Let beta cap be the final estimate of the model parameters that the above algorithm produces. If the model assumptions are correct, then we can show that asymptotically expectation of beta cap is equal to beta and variance of beta cap is equal to x dash b inverse into x the whole inverse. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ പാരാമീറ്റേഴ്സിൻ്റെ അവസാനത്തെ എസ്റ്റിമേറ്റ് ആയിട്ട്, അതായത് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ബീറ്റ ക്യാപ്പിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ മോഡൽ അസംഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ ക്യാപ്പിൻ്റെ വേരിയൻസ് എന്തായിരിക്കും? എക്സ് ഡാഷ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. The estimated value of the linear predictor gamma I cap is equal to xi dash into beta cap, and the fitted value of the logistic regression model is often written as yi cap is equal to pi I cap, that is equal to exponential of gamma I cap divided by exponential of 1 plus exponential of gamma I cap. നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പ്രെഡിക്റ്റഡ് വാല്യൂവിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വൈ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ പൈ ഐ ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ ആ പൈ ഐ ക്യാപ്പ് എങ്ങനെ നമുക്ക് കിട്ടുന്ന? എക്സ്പൊണൻഷ്യൽ ഓഫ് ഗാമ ഐ ക്യാപ്പ് ഇൻറ്റു 1 പ്ലസ് എക്സ്പൊണൻഷ്യൽ ഓഫ് ഗാമ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഗാമ ഐ ക്യാപ്പ് എന്താ? എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പാണ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ മേളിലും താഴെ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സ് ഐ ക്യാപ്പ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലാണ് ഡിസ്കസ് ചെയ്തത്. ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈക്ക് ബൈനറി വാല്യൂസ് ആയിരിക്കുന്നവർക്ക് 2 പോസിബിൾ ചാൻസസേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും 2 പോസിബിൾ ചാൻസസ്. അപ്പോൾ ഒന്നിനെ നമ്മൾ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, മറ്റേതിനെ നമ്മൾ 0 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോർഷൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്